എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ യാനിൻ്റെ പഴയ ഒരു ലൈഫ് കാണാം. അവൻ ഇന്നിപ്പോൾ ഹൈസ്കൂൾ അലുമിനി മീറ്റിലാണ്. അവന് നവ് യൂണിവേഴ്സിറ്റിയിലാണല്ലോ പഠിച്ചിരിക്കുന്നത്. അവിടെ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്. എന്നാൽ ഇവർ ഒരേ സെയിം ഹൈസ്കൂളിൽ പഠിച്ചവരെല്ലാവരും കൂടി ഒരു അലുമിനി മീറ്റ്. അങ്ങനെ അവർ ചിരിയും കളിയും ഒക്കെ ആയിട്ട് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഈ ബെസ്റ്റി, അവളും ഈ നവ് യൂണിവേഴ്സിറ്റിയിലായിരുന്നല്ലോ പഠിച്ചിരുന്നത്, അവളും ഈ ഒരു മീറ്റിലുമുണ്ട്. അങ്ങനെ അവൾക്ക് ഒരു കോൾ വരികയാണ്. അവൾ ആ കോൾ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വരും. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഹോന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് അവനൊരു സർപ്രൈസ് പറയുന്നത് പോലെ പറയുന്നത് അവനക്ക് ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടെന്ന്. എന്നാൽ എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആകുന്നതിന് പകരം എല്ലാവരും പറയും, ഹോ നിനക്ക് പിന്നെയും ഗേൾ ഫ്രണ്ടോ, നിനക്കിങ്ങനെ ഗേൾ ഫ്രണ്ടിനെ പുതുക്കി ഒരു മടുപ്പും തോന്നുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനെ എല്ലാവരും കൂടി കളിയാക്കുകയാണ്. എന്നാൽ ഈ ഒരു ടോപ്പിക്കിലോട്ട് വന്നതോടുകൂടി പിന്നെ ഞാൻ അത് കേൾക്കാൻ വല്ല ഇഷ്ടമല്ല. അവനും ഈ ഒരു ചർച്ചയിൽ നിന്ന് പോവുകയാണ്. എന്നാൽ ഞാൻ പോകുന്നത് കണ്ടിട്ട് ഹോൻ അവനെ പിടിച്ചു നിർത്തിയിട്ട് നിനക്ക് എൻ്റെ ഗേൾ ഫ്രണ്ട് ആരാണെന്ന് അറിയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ആ ഒരു ഫോട്ടോ കാണിച്ചു തരാമെന്നും പറയുന്നു. എല്ലാവരും ആ ഒരു ഫോട്ടോ കാണില്ലേ, അപ്പോൾ കുറച്ച് എക്സൈറ്റഡായി എല്ലാവരും അത് കാണിക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ വീണ്ടും ബഹളമാകുന്നതിൻ്റെ ഇടയിൽ കൂടി ഞാൻ അങ്ങോട്ട് മുങ്ങുകയാണ്. അവൻക്ക് ഇതൊന്നും കേൾക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ അവന് വാഷ്റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഈ ബെസ്റ്റി പുറത്ത് നിന്നിട്ട് ഈ കോളിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നാൽ അതേ കോളിൽ ഇവിടെ ഇഫാനാണ് സംസാരിക്കുന്നത്. അവൾ ഈ വിൻ്റർ വെക്കേഷനിലും നാട്ടിൽ വരുന്നില്ലെന്ന് പറഞ്ഞ് വിളിച്ചതാണ് ഈ ബെസ്റ്റിക്ക്. എന്നാൽ അത് കേട്ട് ബെസ്റ്റിക്ക് ഭയങ്കര വിഷമമാകും. കാരണം ഈ പ്രാവശ്യമെങ്കിലും അവളൊന്ന് കാണാമെന്ന് വിചാരിച്ചതായിരുന്നു. ആ ഒരു ദേഷ്യം ഇഫാനോട് കാണിക്കുന്നുമുണ്ട്. എന്നിട്ട് പറയും, സത്യം പറ, നിനക്ക് അവിടെ വല്ല ലവും സെറ്റായിട്ടുണ്ടോ? നീ എന്താ ഒറ്റ വെക്കേഷനും ഇങ്ങോട്ട് വരാതെ അവിടെ തന്നെ പിടിച്ച് നിൽക്കുന്നത്? എന്താ സത്യം പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. എന്നാൽ അത് ഞാൻ കേൾക്കുകയാണ്. ഇവളിങ്ങനെ ഇഫാൻ എന്ന പേര് സംബോധന ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഇവനിക്ക് മനസ്സിലായി. പിന്നെ അവൾ അതൊന്നുമല്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവർ വീണ്ടും സംസാരിച്ച് അവസാനം ഇവരൊരു 2 പേരും കൂടി ഒരു ഗെയിം കളിക്കുന്നുണ്ട്. ആ ഒരു ഗെയിമിനെ റിലേറ്റ് ചെയ്ത് സംസാരമാകുന്നു. പിന്നെ അതിൽ നിന്നും ഇവിടെ യാന് മനസ്സിലാകുന്നു അവർ ഏത് ഗെയിമാണ് കളിക്കുന്നത്. ഇവിടെ ഇഫാൻ്റെ ഐഡിയും എല്ലാം കിട്ടുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അവന് വേഗം അതേ സെയിം ഗെയിം അവനും ഡൗൺലോഡ് ചെയ്ത് അവനും ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് അവളോട് മുട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ പുതിയ ലൈഫിലോട്ട് തന്നെ വരാം. ഇനി ഇഫാനും യാനും അവരവരുടെ ഇഷ്ടങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ് അങ്ങനെ ഇഫാനെ അവളുടെ റൂമിലോട്ട് കൊണ്ടുവന്ന് വിടുകയാണ് യാന്. അങ്ങനെ അവർ നടന്ന് എത്തുന്നു. പക്ഷേ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇഫാൻ പറയുന്നു, ഇനി നിനക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് തന്നെ പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് നീ ഇന്ന് എൻ്റെ കൂടെ ഇവിടെ താമസിച്ചോ എന്ന് പറയുന്നു. എന്നാൽ അത് കേട്ടതും യാന് പെട്ടെന്ന് അങ്ങോട്ട് ഞെട്ടും. അതിൽ ഇവനിങ്ങനെ നിൽക്കുന്നത് കണ്ട് തന്നെ ഇഫാൻ പറയും, അല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എൻ്റെ അതേ ഫ്ലോറിൽ നിനക്ക് ഞാൻ വേറൊരു റൂം എടുത്തു തരാം. നീ ഇന്ന് അവിടെ നിന്നിട്ട് നാളെ പോകാം എന്ന് പറയുന്നു. അതിൽ യാനും സമ്മതിക്കുന്നു. അങ്ങനെ അവർ 2 പേരും അവിടെ ഒരു പുതിയ റൂമും കൂടി എടുക്കും. എന്നിട്ട് ഇഫാന് അവളുടെ റൂമിൻ്റെ അടുത്തോട്ട് എത്തിയിട്ട് ഇതാണ് എൻ്റെ റൂം, നിൻ്റെ റൂം അപ്പുറമാണ് എന്ന് പറഞ്ഞിട്ട് അവനോട് അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ ഞാൻ പറയും, എന്നാൽ നിനക്ക് ആ റൂം എനിക്ക് കാണിച്ചു തന്നൂടെ എന്ന്. അങ്ങനെ പിന്നെ ഇഫാൻ ആ റൂം കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഇഫാന് ഒരു കോണിലും യാൻ്റെ റൂം മറ്റൊരു കോണിലും. അതിൽ അവന് പറയുന്നുണ്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ടല്ലോ എന്ന്. അങ്ങനെ അവൻ്റെ റൂമിൻ്റെ മുമ്പിലും എത്തി. എന്നിട്ട് അവനോട് പോകാൻ വേണ്ടി പറയുമ്പോൾ ഞാൻ ചോദിക്കും, നിനക്ക് പോയിട്ട് വല്ല വർക്കും ചെയ്യാനുണ്ടോ? എന്നാൽ പിന്നെ നിനക്ക് എൻ്റെ കൂടെ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തൂടെ എന്ന് ചോദിക്കും. അത് കേട്ടതും ഇവിടെ ഇഫാൻ ഒന്ന് ഞെട്ടുകയാണ്. ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ, ഇവരുടെ റിലേഷൻഷിപ്പ് ഒന്ന് മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവൾക്ക് എന്തുകൊണ്ടും ഒരു ഭയം ഇവൻ്റെ കൂടെ തനിയെ നിൽക്കാൻ. പിന്നെ ഇവനെ നിർബന്ധിച്ചത് കൊണ്ട് തന്നെ അവൾ മടിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ആ റൂമിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവൾ വീടിൻ്റെ അകത്തോട്ട് കയറി. പക്ഷേ അവർക്ക് 2 പേർക്കും ഒന്നും പറയാനോ ചെയ്യാനോ ഒന്നുമില്ല. രണ്ടും 2 കോണിലായിട്ട് അങ്ങനെ നിൽക്കും. എന്നിട്ട് അവൾ ആ ഒരു നിശബ്ദത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയും, നമ്മളിപ്പോൾ ലവ് ആയിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ഞാൻ നിൻ്റെ റൂമിലോട്ട് ഇടിച്ച് കയറുന്നതൊന്നും അത്ര ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻ പറയും, എന്ത് ശരിയല്ല, നീ എൻ്റെ റൂമിലോട്ട് മാത്രമല്ലല്ലോ ഇതുവരെ ഇടിച്ച് കയറിയത്, എൻ്റെ ശരീരത്തിലോട്ടും ഇടിച്ച് കയറിയിട്ടില്ലേ എന്ന് അവളെ ഒന്ന് കളിയാക്കിയൊക്കെ പറയുകയാണ്. അത് കേട്ടതും അവൾ ആകെ ഒന്ന് ഷെയിമായിക്കൊണ്ട് നിൽക്കും. എന്നിട്ട് അവന് പറയും, നിൻ്റെ ജോലി ഭയങ്കര കഷ്ടമായിരുന്നു, നീ ആകെ മെലിഞ്ഞ് സ്കിന്നി ആയിട്ടുണ്ടല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കും. അതിൽ അവൾ ഒന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ഇവിടെ ഞാൻ മറ്റൊരു കാര്യം കാണുന്നത്, ഇവളുടെ ചെവിയിലെ ആ മുറിവ്. എന്നിട്ട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവൾ പറയും, അത് എന്തോ തെറിച്ചതാണ്, അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, വേദനയൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ പിന്നെ അവർ വീണ്ടും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവൾ ചോദിക്കുകയാണ്,
ശരിക്കും നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്. അതിൽ ഞാൻ പെട്ടെന്ന് പറയും, ഞാൻ എൻ്റെ ഗിഫ്റ്റ് മേടിക്കാൻ, നീ അല്ല എനിക്ക് ബർത്ത്ഡേ ആകുമ്പോൾ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞത്, അത് മേടിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ ഇവാൻ പെട്ടെന്ന് പറയും, അയ്യോ അത് നമ്മുടെ റൂമിലെ തന്നെ ആയിരുന്നു, ഞാൻ ഏതായാലും അവിടെ എത്തിയിട്ട് നിനക്ക് എടുത്ത് തരാമെന്ന് പറയും. അതിൽ പിന്നെ അവൻ ഓക്കെ എന്നൊക്കെ പറയും. പിന്നെ പറയും, എൻ്റെ ഫോണ് അത് എവിടെയോ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല, അതൊന്ന് തിരഞ്ഞെടുത്ത് തരൂ എന്ന് പറയുമ്പോൾ അവൾ അത് കാര്യമായിട്ട് തിരയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് എവിടെ വെച്ചത്, ഏകദേശം എവിടെയായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ അതേ ഒരു സമയത്ത് ഇവിടെ അവളിങ്ങനെ ക്ലോസ് ആയിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഇവൾ അടുത്ത ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞതും നേരെ ഇവളുടെ ലിപ്പ് അവൻ്റെ ലിപ്പിൽ അങ്ങോട്ട് തട്ടും. ഒരു കിസ്സിങ് പോലെയാണ് അവൻ ഉദ്ദേശിച്ചത്. എന്നാൽ അതുപോലെ തന്നെ ആയിട്ടുണ്ട്. അവൾ ആകെ സ്റ്റക്കായിട്ട് ഷോക്കായിക്കൊണ്ട് കുറച്ച് നേരം അങ്ങനെ നിൽക്കും. പിന്നെ പെട്ടെന്ന് ബോധം വന്ന് അവൾ വേഗം അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അത് കണ്ട് ഞാനൊന്ന് ചിരിച്ചിട്ട് പറയും, ഏതായാലും ഞാൻ ആഗ്രഹിച്ച ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, എന്നിട്ട് താങ്ക്സും അവളോട് പറയുന്നു. എന്നിട്ട് അവൻ്റെ പോക്കറ്റിലുള്ള ഫോൺ കാണിച്ചു കൊടുത്തിട്ട് പറയും, എൻ്റെ ഫോൺ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയും. അതൊക്കെ കണ്ട് ഇവൾക്ക് ഭയങ്കര ഷെയിമാകുകയാണ്, ഭയങ്കര നാണം. ഇവൾ ഉറപ്പായി അവൻ ഇവളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്, ഈ ഒരു കിസ്സിന് വേണ്ടി ചെയ്തതാണെന്ന്. എന്നിട്ട് അവൾ ആ ഒരു രംഗം വേഗം അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആപ്പിൾ കഴുകിയിട്ട് വരാമെന്ന് പറയുന്നു. അങ്ങനെ കഴുകുമ്പോഴൊക്കെ ഇവൾ ഇപ്പം നടന്ന കാര്യവും അവന് പ്രപ്പോസ് ചെയ്ത കാര്യവും എല്ലാം ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വന്നപ്പോഴാണ് ഇവന് ഒരുപാട് പിസ്സയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ അവളോടും അത് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അതിൽ അവൾ പറയും, ഓക്കെ ഞാൻ കഴിച്ചോളാം, പക്ഷേ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിലോട്ട് പോകുമെന്ന് പറയും. അത് കേട്ടതും ചെറിയൊരു വിഷമം വരും, കാരണം ഇത് പിന്നെ അവൾ പോവുകയാണല്ലോ. അതിൽ അവന് പറയും, എന്നാൽ നീ കുറച്ച് സ്ലോ ആയിട്ട് തിന്നാൽ മതിയെന്ന്. അതിൽ ഇവളൊന്ന് ചിരിച്ചു കണ്ട് പറയും, ഓക്കെ എന്നാൽ ഞാൻ അരമണിക്കൂർ കൊണ്ട് തിന്ന് കഴിഞ്ഞ് പോയിക്കോളാം. അതിൽ ഇവന് പറയും, എന്നാൽ 1 മണിക്കൂർ ആക്കിക്കൂടെ. അതൊരു ബാർഗെയിനിങ് പോലെയാണ്. ഇവൾ എത്രയും അധികം തൻ്റെ കൂടെ നിൽക്കുന്നു അത്രയും അധികം അവന് ഹാപ്പിയാണെന്നൊക്കെ കാണിക്കുകയാണ്. ഇവൾക്കും അവൻ്റെ ആ ഒരു സംസാരമൊക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷമാകുകയാണ്. അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇവൾ നേരെ വിൻഡോൻ്റെ അടുത്തോട്ട് പോയിട്ട്, ഇപ്പോൾ മഴയെല്ലാം മാറിയിട്ടുണ്ട്. എന്നിട്ട് അവൾ ഒന്ന് സംശയിച്ചുകൊണ്ട് ചോദിക്കും, അല്ല നീ എപ്പോഴാണ് ടിക്കറ്റ് എടുത്തത്? ആക്ച്വലി എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, നിൻ്റെ ബർത്ത്ഡേൻ്റെ ആ ഒരു സമയത്ത് ഒറ്റ ദിവസത്തിന് നേരെ നിൻ്റെ അടുത്തോട്ട് വരിക, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക, തിരിച്ച് വരിക എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ടിക്കറ്റ് നോക്കിയപ്പോൾ അവൈലബിളേ അല്ലായിരുന്നു, പിന്നെ നിനക്ക് എങ്ങനെ ടിക്കറ്റ് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അവനൊന്ന് ചിരിച്ചുകൊണ്ട് പറയും, ഞാൻ ഓൾറെഡി ഒരാഴ്ച മുന്നേ തന്നെ ഈ ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നു എന്ന്. അതിൽ ഇവനൊന്ന് സംശയിച്ചുകൊണ്ട്, അതിന് ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിൽക്കുമെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതിൽ ഞാൻ പറയും, ഒരു പക്ഷേ നീ നിന്നാലോ, അതും വിചാരിച്ച് എടുത്തതാ എന്ന് പറയും. അത് കേട്ടതും ഇവൾക്ക് വീണ്ടും സന്തോഷമായി. എന്നിട്ട് അവളുടെ റൂമിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്നതിനിടയിൽ അവൾ ഒന്ന് സ്റ്റക്കായിട്ട് പിന്നെ ഇവനോട് ഭയങ്കര സിൻസിയറായിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേയും കൂടി വിഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവനോട് ചോദിക്കും, നീ ബർത്ത്ഡേ ആയിട്ട് എന്താ നിൻ്റെ വിഷ് എന്ന്. അതിൽ ഞാൻ പറയും, ആക്ച്വലി എനിക്ക് ഇപ്പോൾ ഒരു പ്രത്യേക വിഷൊന്നുമില്ല, എൻ്റെ വിഷ് എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. കൂട്ടത്തിൽ അവളെ ഇങ്ങനെ തലോടുന്നുമുണ്ട്. അങ്ങനെ അവർ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് പിരിയുന്നു. ഇവിടെ ഇഫാന് ഭയങ്കര ഹാപ്പിയാണല്ലോ, അവളിങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോഴെല്ലാം ഇതെല്ലാം ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇവിടെ ബെസ്റ്റി അവൾക്ക് മെസ്സേജ് അയക്കുന്നത്. അവൾ ഒരു ഭയങ്കര ഷോക്കിംഗ് ന്യൂസ് പറയുകയാണ്. അതായത് ഇവിടെ അവന് പുതിയൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അവനൊരു കേക്കിൻ്റെ ഫോട്ടോയും എന്നിട്ട് അതിൻ്റെ ക്യാപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് അവളുടെ ഗേൾ ഫ്രണ്ട് ഇത് അയക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാണ് എന്ന് പറയുന്നു. അതിൽ ഇവൾക്ക് അതൊന്നുമല്ല, ഇവൻക്ക് ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയോ, അതോ ഇനി ഇവൻ്റെ അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്തതാണോ, അതല്ലെങ്കിൽ അവനക്ക് ശരിക്കും വേറെ ഏതെങ്കിലും ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ അവളുടെ തീരാത്ത സംശയങ്ങൾ എല്ലാം ഇവളോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു. കൂട്ടത്തിൽ ആ ഒരു കേക്കിൻ്റെ ഫോട്ടോയും എല്ലാം സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുന്നതുമുണ്ട്. എന്നാൽ ഇഫാന് അതെല്ലാം കേട്ട് അങ്ങനെ ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ സിമ്പിളായിട്ടൊരു റിപ്ലൈ കൊടുക്കും, ആ ഒരു ഗേൾ ഫ്രണ്ട് ഞാനാണെന്ന്. അത് കേട്ടതും ഇവിടെ ബെസ്റ്റിക്ക് തീരെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ നേരെ പിന്നെ ചാറ്റിംഗ് ഒക്കെ ഒഴിവാക്കി നേരെ കോൾ ചെയ്യുകയാണ്. ഞാൻ എന്താ ഈ കേട്ടത്, എന്താ ഉണ്ടായത്, സത്യം പറ, നീ അവിടെ ജോലിക്ക് പോയതല്ലേ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ പറയും. അതിൽ ഇഫാന് അവിടെയും ഇവിടെയും തൊടാതെ അതിനുള്ള ആൻസർ പറയും. എന്നിട്ട് പറയും, അവൾക്ക് ഇത് പറയാതിരിക്കാൻ ഒരു ക്ഷമയും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ബെസ്റ്റി അവളെ കളിയാക്കിയാണ്. ബെസ്റ്റി പറയും, ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് നീ ഇതൊന്നും പറയാൻ ഭയങ്കര മടിയുള്ള ഭയങ്കര ഒരു തണുപ്പത്തി എന്നാൽ അതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ഇങ്ങനെ കളിയാക്കുന്നുമുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ അവൾ നാളെ എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാവിലെ അവിടെ എത്തുമെന്ന് പറയുന്നു. അതിൽ പിന്നെ ഇവർ തമ്മിൽ ഒരു മീറ്റിംഗ് അവൾ ഉച്ചയ്ക്ക് അറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് എത്രയും പെട്ടെന്ന് അവൾക്ക് ഈ ന്യൂസുകളെല്ലാം കേൾക്കണം എന്നും പറയുന്നു. അങ്ങനെ വീണ്ടും അവർ ഫോണൊക്കെ വെച്ച് അങ്ങനെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവിടെ ബെസ്റ്റിക്ക് ഹോൻ്റെ ഒരു മെസ്സേജ്. അതായത് ഈ ഹോൻ്റെ ഗ്രാൻഡ് പാക്ക് ഇവൾ ഡോഗ് കൊടുത്തല്ലോ, എന്നിട്ട് ഗ്രാൻഡ് പേയും ആ ഡോഗും ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അവർ തമ്മിൽ ഭയങ്കര കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഗ്രാൻഡ് പായുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് ഭയങ്കര ഹാപ്പിനെസ്സിലോട്ട് വരികയാണ്. എന്നിട്ട് ആ ഒരു ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് ഇപ്പോൾ
ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറയുന്നു. എന്നാൽ അതൊക്കെ കേട്ട് ഇവിടെ ബെസ്റ്റി അവനെ വഴക്ക് പറയുകയാണ്. നീ ഇത് പറയാൻ ഇപ്പോൾ എന്തിനാ വന്നത്? ഞാൻ എനിക്ക് എത്ര പോലെ മെസ്സേജ് അയച്ചു, നീ ഒന്നിനും റിപ്ലൈ ഇല്ല, എന്ത് പറ്റി എന്ന് എന്നെ അവോയ്ഡ് ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവൾ വഴക്ക് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഇവിടെ ഹോന് അവൾക്കൊരു വോയിസ് അയക്കുകയാണ്. അതായത് അവന് ഇവളോട് ഒന്ന് അങ്ങോട്ട് മാറി നിന്നത്, ഒരു അറ്റാച്ച്മെൻറ്റ് വിട്ടത്, തൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഇവളുമായിട്ടുള്ളത് അത് മറ്റൊരു രീതിയിൽ എത്തിയിട്ടുണ്ട് എന്നിങ്ങനെ 2-3 തവണയായിട്ടാണ് അവനിങ്ങനെ മെസ്സേജ് അയക്കുന്നത്. എന്നിട്ട് പറയും, എനിക്ക് സത്യം പറഞ്ഞാൽ നിൻ്റെ ബോയ് ഫ്രണ്ട് ആകണമെന്ന് പറയുന്നു. എന്നാൽ അത് കേട്ട് ഇവനിങ്ങനെ പെട്ടെന്ന് പറയുന്നത് കണ്ടിട്ട് ഇവന് എന്നെ പ്രപ്പോസ് ചെയ്തതാണോ ഇത് എന്നൊരു സംശയം. കൂട്ടത്തിൽ ഹോന് മറ്റൊരു മെസ്സേജും കൂടി അയക്കും. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാലത്തിൽ നിൽക്കുന്നുണ്ട്, നീ പെട്ടെന്ന് വരുമോ എന്ന് പറയുന്നു. അത് കേട്ടതും ഇവൾക്ക് എക്സൈറ്റ്മെൻറ്റോ സന്തോഷം എന്തൊക്കെയോ വികാരമുണ്ട്. എന്തായാലും അവൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി പെട്ടെന്ന് തന്നെ ഒന്ന് ഒരുങ്ങിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നു. എന്നാൽ അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. അതായത് ഈ ബെസ്റ്റിൻ്റെയും പിന്നെ നമ്മുടെ ഇഫാൻ്റെയും ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു ബോയ് ഉണ്ടല്ലോ, ഇവർ ട്രിയോസ് ആയിരുന്നു. ആ ഒരു ബോയ് ഇവളെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇവളുടെ മുന്നിലോട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ഇവൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് സർപ്രൈസായി. അവന് പറയും, ഞാൻ നിനക്ക് വിളിക്കാൻ നിൽക്കുകയായിരുന്നു, അപ്പോഴേക്കും നീ വന്നോ എന്ന് പറയും. എന്നാൽ ഇവളാണെങ്കിൽ ആക്ച്വലി മറ്റൊരു പരിപാടിക്ക് പോകില്ലേ. അതിൽ ഇവൻ പറയും, എന്നൊരു ഫ്രണ്ട് കാത്തു നിൽക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുകയാണെന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട് ചോദിക്കും, അതാരാ ഈ ഒരു സമയത്ത് നിന്നെ കാണാൻ, അത് ഇഫാനാണോ എന്ന് ചോദിക്കുമ്പോൾ അവളല്ല, ഇതൊരു ബോയിയാണ്. എന്നിട്ട് ഇവൾ പറയും, നിനക്കും അറിയുന്ന ഒരു പയ്യനാണെന്ന് പറയുമ്പോൾ ഇവൻ പറയും, ഓക്കെ എന്നാൽ എനിക്കറിയുന്ന ആളല്ലേ, എന്നാൽ ഞാനും കൂടെ നിൻ്റെ കൂടെ വരാമെന്ന് പറയും. അങ്ങനെ ഇവൾ ഒരു വേറെ നിവൃത്തിയില്ലാതെ ഇവനെയും കൂട്ടി കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ ബെസ്റ്റി ഇവനോടൊരു സത്യം പറയുകയാണ്. അതായത് ഇഫാനും യാനും തമ്മിലുള്ള ഇപ്പോൾ അവർ ലവേഴ്സാണ്, കപ്പിൾസാണ് എന്നൊക്കെ പറയും. എന്നാൽ അത് കേട്ട് ഇവനിക്ക് ആദ്യം ചെറിയ വിഷമമൊക്കെ ഉണ്ടായി. പക്ഷെ അവനത് മുഖത്തോട്ട് കാണിക്കാതെ അത് നല്ല കൂളായിട്ട് ഡീൽ ചെയ്യും. അവനും ഭയങ്കര ഹാപ്പിയാണ് ആ വിവരം അറിഞ്ഞതിൽ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവർ സംസാരിച്ച് നേരെ ഹോൻ്റെ അടുത്തെത്തും. ഹോനാണെങ്കിലോ ഈ ഒരു സമയത്ത് ഇവളെ തനിച്ച് കിട്ടാനായിരുന്നല്ലോ ആഗ്രഹം. ഇങ്ങനെ ഇവനെയും കൊണ്ട് വരുന്നത് കണ്ടിട്ട് അത്ര അങ്ങോട്ട് സൂഹിച്ചില്ല. എന്നിട്ട് ആ ദേഷ്യം നേരെ ഈ ബെസ്റ്റിനോട് കാണിക്കുകയും ചെയ്യും. ഓഹോ, അപ്പോൾ നീ ഇത്രയും ബിസി ആയിരുന്നല്ലേ, നിങ്ങൾക്കിടയിൽ ഞാൻ വലിയ ശല്യവുമായോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അത് കേട്ട് ബെസ്റ്റ് പറയും, നീ എന്തൊക്കെ ഈ പറയുന്നത്, ഇവനിതാ പെട്ടെന്ന് നിൻ്റെ അടുത്തോട്ട് വന്നതാണ്, സർപ്രൈസായി വന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഈ ഹോൻ അതൊന്നും കേൾക്കാനേ നിൽക്കുന്നില്ല. ഹോനെ ഭയങ്കര റൂഡായിട്ട് പെരുമാറുകയാണ്. അത് കേട്ട ആ ഒരു പയ്യനും പറയും, നീ എന്തൊക്കെ പറയുന്നത്, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്, അതിനപ്പുറം ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഹോന് പറയും, നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സോ, നിനക്ക് ഇഫാനെ ഇഷ്ടമായിരുന്നില്ലേ, പിന്നെ ഇവളെ നിന്നെ പണ്ട് പ്രപ്പോസ് ചെയ്തിരുന്നല്ലോ, അതൊക്കെയാണോ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ നടക്കുന്നത് എന്നൊക്കെ പറയുന്നു. അത് കേട്ട ഇവിടെ ഈ ബെസ്റ്റിക്കും ഭയങ്കര ദേഷ്യം വരും. എന്നിട്ട് ഇവനെ നന്നായിട്ട് വഴക്ക് പറയുന്നു. അതിൽ ഇവൻ ചോദിക്കും, അല്ല നിനക്ക് ഇപ്പോഴും ഇവനെ ഇഷ്ടമാണോ, അതുകൊണ്ടാണോ നീ എൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്യാത്തതെന്ന്. അതിൽ ഇവളും ദേഷ്യത്തോടെ പറയും, ഞാൻ നിൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്യാത്തത് അതുകൊണ്ടല്ല, എനിക്കിവനെ ഇഷ്ടമായതുകൊണ്ടല്ല, നിൻ്റെ സ്വഭാവം നോക്ക്, ഇത് കണ്ടിട്ട് ഞാൻ എങ്ങനെ നിന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നു. അത് കേട്ടതോടുകൂടി ഹോൻ പിന്നെ എല്ലാം കയ്യുന്നു പോയി. അവന് വേഗം അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ്, നല്ല ദേഷ്യത്തിൽ തന്നെ. അങ്ങനെ ആ സീൻ ആകെ വഷളാക്കി കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസം രാവിലെ യാനും ഇഫാനും കൂടി അവരുടെ റൂമൊക്കെ വെക്കറ്റ് ചെയ്യുകയാണ്. അവർ നാട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇവൾ എല്ലാം റെഡി ആയിട്ട് ഇവനെ വിളിക്കാൻ വേണ്ടി വരികയാണ്. ആക്ച്വലി ഇഫാൻ്റെ ടീമെല്ലാം പോയിക്കൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. അവളുടെ കൂടെ തന്നെയാണ് ഇവളും പോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവൾ സെപ്പറേറ്റ് പോകാമെന്നുള്ള പ്ലാനിൽ യാത്രയും പറയാൻ വേണ്ടിയിട്ട് വന്നപ്പോഴേക്കും ഇവന് പെട്ടെന്ന് ഡോറ് തുറക്കുകയാണ്. അതിൽ ഇവൾ പോവുകയാണെന്ന് പറയുമ്പോൾ ഇവനും കൂടെ വരും. അതിൽ ചോദിക്കും, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യാനൊന്ന് സംശയിച്ചുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നു. അതിൽ പിന്നെ ഇഫാനും ഒന്നും മിണ്ടില്ല. പിന്നെ അവർ രണ്ടുപേരും ഇങ്ങനെ വെക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കോറിഡോറിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. എന്നാൽ ഇവരുടെ 2 കൈകളും ഇങ്ങനെ ഒപ്പം നിൽക്കുകയാണ്. അതിൽ ഞാൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ അങ്ങോട്ട് കയറി പിടിക്കുന്നു. ഒരു കപ്പിൾസ് ആണല്ലോ, അപ്പോൾ പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലല്ലോ. അങ്ങനെ അവർ കൈയൊക്കെ പിടിച്ച് ഭയങ്കര ഹാപ്പി ആയിക്കൊണ്ടാണ് പോകുന്നത്. ഇനി അവർ ചെക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഇഫാൻ്റെ ടീം എല്ലാവരും കൂടി വെക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അങ്ങനെ അവർ പെട്ടെന്ന് ഈ ബോസ് ഇവനെ കണ്ടിട്ട് നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. ആക്ച്വലി ബോസിനും ഇവനെ അറിയാലോ, പണ്ട് ഇവൻ്റെ വീട് അന്ന് കത്തിയ സമയത്ത് ഇൻ്റർവ്യൂ എടുത്തിരുന്നല്ലോ. അതിൽ ഇവാൻ പറയും, ഞാൻ ഇവളെ കാണാൻ വേണ്ടി വന്നതാണെന്ന്. എന്നാൽ അതെല്ലാം ഇവിടെ ഈ ആക്ടർ പയ്യനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇഫാൻ ഇല്ലാത്തൊരു സമയത്ത് ഇവിടെ ആക്ടർ പയ്യൻ ഈ യാൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും, നിങ്ങൾ അവളെ കാണാൻ വേണ്ടി വന്നത് അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊരു തരത്തിൽ അവളെ ശല്യപ്പെടുത്തലാണ്, അവളിങ്ങനെ പ്രഷറാക്കലാണ്. അവളുടെ ക്യാരക്ടർ അനുസരിച്ചിട്ട് അവൾ തിരിച്ചൊന്നും നിങ്ങളോട് ഹാഷായിട്ട് പെരുമാറില്ല, അത് അവളുടെ സ്വഭാവമാണ് എന്ന് വെച്ചിട്ട് നിങ്ങളൊരു ശല്യമല്ല എന്നല്ല അതിനർത്ഥം.
എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഉപദേശം. എന്നാൽ അതൊക്കെ കേട്ട ഞാൻ ഒരു ചിരിയാണ് ചിരിക്കുന്നത്. എന്നിട്ട് ഇവളെയും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ആക്ടർ പയ്യന് അതും ഒട്ടും അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. എന്നിട്ട് അവനെ വീണ്ടും ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇവൻ പറയും, ഞാൻ പറയും, എന്താ നിൻ്റെത് കഴിഞ്ഞോ, നിൻ്റെ ഉപദേശങ്ങൾ കഴിഞ്ഞോ, എന്നാൽ ഇനി എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇപ്പോൾ എനിക്ക് മാത്രമല്ല അവളെ ഇഷ്ടമുള്ളത്, അവൾക്ക് എന്നെയും ഇഷ്ടമാണ്, ഞങ്ങളിപ്പോൾ കപ്പിൾസാണ് എന്ന് പറയുന്നു. ഇഫാനും നേരെ യാൻ്റെ അടുത്തോട്ട് വന്നിട്ട് പിന്നെ യാനെയും കൂട്ടിയിട്ട് അവിടെ പോവുകയാണ്. എന്നാൽ ആക്ടർ പയ്യൻ അതെല്ലാം കണ്ടുകൊണ്ട് ആകെ ഇങ്ങനെ സ്റ്റക്കായിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ നാട്ടിലോട്ടെത്തി. ഇഫാന് നേരെ ചെയ്യുന്നത് ഇവിടെ ആ ബെസ്റ്റിക്ക് അവളെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് അവർ പ്ലാൻ ചെയ്തതുപോലെ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് വരികയാണ്. എന്നാൽ ഇവളെ ഷോക്കാക്കിക്കൊണ്ട് ഇവനും വന്നിട്ടുണ്ട്. അതിൽ ഇഫാൻ ഒന്ന് ഞെട്ടിയിട്ട് നീ എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ അതിനേക്കാൾ ഷോക്ക് ഇവിടെ ഈ ബെസ്റ്റിനെ കണ്ടിട്ടാണ്. അവൾ ആകെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ്. കാര്യം ഭയങ്കര സീക്രട്ടായിട്ട് ചോദിക്കുമ്പോൾ അവൾ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല, ഉറങ്ങാൻ പറ്റിയിട്ടില്ലെന്ന് പറയുമ്പോൾ ഇഫാൻ ചോദിക്കും ഞാൻ കാരണമാണോ എന്ന്. അതായത് ഇവളുടെ ആ ലവ് മാറ്റർ ആലോചിച്ച് അവൻ്റെ ഉറക്കം പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവളിങ്ങനെ സീക്രട്ടായിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇവൾ പറയുന്നു നീ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി അവനോട് നീയും ഞാനും തമ്മിലുള്ള ബന്ധം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അതിൽ അവനും ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ആ ന്യൂസ് അറിഞ്ഞതിൽ എന്നൊക്കെ അവനും ഇങ്ങനെ ഭയങ്കര സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവന് ഇവൾക്ക് എന്താ പറ്റിയതെന്ന് പറയുകയാണ്. അതായത് ഇന്നലെ രാത്രി നടന്ന ആ ഒരു സംഭവം, അവന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്നു, പക്ഷേ ഞങ്ങളെ രണ്ടുപേരെയും കണ്ടപ്പോൾ അവൻ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നാൽ ഇഫാനും ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്ത്, ഹോനി നിന്നെ പ്രപ്പോസ് ചെയ്യേ? അതിൽ ഇവളും പറയും നീ ഷോക്കായല്ലേ, നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? എനിക്കും അതേപോലെ തന്നെയാണ്, അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു, പക്ഷേ ഞങ്ങളുടെ സംസാരം മറ്റൊരു രീതിയിലായി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വിവരിച്ചു കൊടുക്കുകയാണ്. അതിൽ ഇഫാന് അതെല്ലാം കേട്ടിട്ട് ഒന്ന് സമാധാനത്തോട് ചോദിക്കും അതൊക്കെ പോട്ടെ, അവനെ നിന്നെ പ്രപ്പോസ് ചെയ്തു, ഓക്കെ, എന്നിട്ട് നിനക്ക് അവനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്ന് ആലോചിച്ചിട്ട് പറയും ഇഷ്ടമാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അവൻ്റെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്, പിന്നെ അവന് ഓരോ പ്രവൃത്തിയും നല്ല രസമാണ്. ചില ദിവസങ്ങളിൽ അവനെ കാണാതാവുമ്പോൾ എനിക്ക് എന്തോ ഒരു മിസ്സിങ് എനിക്ക് തോന്നാറുണ്ട്, അവൻ്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം എന്ന് തോന്നാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവൾ പറയും അല്ലേ വേണ്ട, അവൻ തീരെ ശരിയല്ല, അവൻ്റെ സ്വഭാവം തീരെ ശരിയല്ല, അവൻ ഇന്നലെ എന്തൊക്കെ എന്നെ പറഞ്ഞതെന്ന് അറിയോ എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട ഇവർക്ക് രണ്ടുപേർക്കും അറിയാം ഇവൾക്ക് എന്തോ ഒരു ഫീലിങ്സ് അവനോടുണ്ടെന്ന്. എന്നാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പയ്യൻക്ക് അതേസമയം ഇവിടെ ഹോന് മെസ്സേജ് അയക്കുകയാണ്, ഇവളെ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് കാണണം, അവളെ പറ്റി കൂടുതൽ അറിയണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു പ്ലാനിങ് അതിൻ്റെ ഇടയിൽ കൂടെ അവർ തീരുമാനിക്കുന്നുണ്ട്. ഇനി ആ ഒരു സംഭവ ബഹുലം കഴിഞ്ഞിട്ട് ഇഫാന് പിന്നെ വീട്ടിലോട്ട് എത്തിയപ്പോഴേക്കും രാത്രിയായിട്ടുണ്ട്. സോഫയിൽ അങ്ങോട്ട് ചാരി കിടക്കുന്നു. എന്നിട്ട് അവൾക്ക് ഭയങ്കര ആശ്വാസം, ഒരുപാട് അലച്ചിലിന് ശേഷം സ്വന്തം വീട്ടിൽ ഒന്ന് റിലാക്സ് ചെയ്ത് നിൽക്കുകയാണല്ലോ. എന്നാൽ പിന്നാലെ വന്ന യാനെ അവളെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവളോട് ചോദിക്കും നീ എന്തെങ്കിലും മറന്നോ എന്ന്. അതിൽ ഇഫാനെ ഞാൻ മറന്നോ എന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് പറയും ഓ നിൻ്റെ ഗിഫ്റ്റ് ഞാൻ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ കയറിയിട്ട് അവർ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ ഭയങ്കര ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. അവൻക്ക് ഒട്ടും അങ്ങോട്ട് ക്ഷമയില്ല. ഏതായാലും ഗിഫ്റ്റ് കയ്യിൽ കിട്ടി. പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ അതൊരു ജാക്കറ്റാണ്. അതും അവന് ഇത്രയും കാലം വെറും ബ്ലാക്ക് മാത്രമല്ലായിരുന്നു ഇട്ടിരുന്നത്, അവൾ മറ്റൊരു കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അവനാണെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുന്നു. പിന്നെ ഇവൾ അവൻ്റെ ക്യാപ്പും എല്ലാം ശരിയാക്കി കൊടുക്കുന്നു. എല്ലാം അവനക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നാൽ ഇവൾക്കൊരു സംശയം, ഇവനിക്കെങ്ങാനും ഈ ജാക്കറ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന്. കാരണം ഈ ഒരു കളറിന് അവനക്ക് ചെറിയൊരു ഇത് പറഞ്ഞിരുന്നു അവന്. എന്തായാലും ഇവൾ പറയും എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഗിഫ്റ്റ് മേടിക്കാമെന്ന്. അതിലവൻ പറയും എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പിന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവുമായിട്ട് കിട്ടിയ രണ്ടാമത്തെ ഗിഫ്റ്റാണ് ഇത് എന്ന് പറയുന്നു. അതിൽ ഇവളൊരു സംശയത്തോടെ ഒന്നാമത്തെ ഗിഫ്റ്റ് അപ്പോൾ എന്തായിരുന്നു എന്ന് ചോദിക്കും. അതിൽ ഇവനൊരു കള്ളച്ചിരി ചിരിച്ചിട്ട് ഇവളുടെ മുഖം ഇങ്ങനെ പൊക്കുമ്പോൾ ഇവൾ വിചാരിക്കുന്ന ആ ഒരു കിസ് ഉണ്ടല്ലോ ഇന്നലത്തെ, അതാണെന്ന് വിചാരിച്ചിട്ട് ആകെ ഇങ്ങനെ നാണിച്ച് നിൽക്കുമ്പോഴാണ് ഇവൻ പറയുന്നത് നീ വല്ലാണ്ട് ആലോചിച്ച് കൂട്ടണ്ട, എൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് അത് നീയാണെന്ന് പറയുന്നു. അത് കേട്ടതും ഇവൾക്ക് ആ ഒരു നാണം എല്ലാം കൂടിയിട്ട് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നിട്ട് അവളുടെ അടുത്തോട്ട് വരികയാണ്. അവളാണെങ്കിലോ അടുത്ത കിസ്സാണെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവന് നേരെ അവളുടെ ചെവിയിലുണ്ടായിരുന്ന മുറിവ് നോക്കുന്നത്. അതായത് ഇവളുടെ മുറിവ് ചെറുതായിട്ട് പഴുപ്പ് പറ്റി തുടങ്ങുന്നുണ്ട്. അത് കണ്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഇവളെ പിടിച്ച് ഇരുത്തിയിട്ട് അവന് ഫസ്റ്റ് എയ്ഡൊക്കെ കൊണ്ട് വരികയാണ്. മെഡിസിനൊക്കെ വെച്ച് കൊടുക്കാനുള്ള പ്ലാനാണ്. അതിൽ അവൾ പറയും അത് നാച്ചുറലായിട്ട് ഹീലായിക്കോളും, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുമ്പോൾ അവന് ഭയങ്കര സീരിയസ് മുഖത്തോടു കൂടി ഭയങ്കര സീരിയസ് ആയിക്കൊണ്ട് തന്നെ അതൊക്കെ ചെയ്യുകയാണ്. പിന്നെ ഇവളൊന്നും പറയാൻ നിന്നില്ല. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് അവൾ ഇനി താൻ കുളിച്ചിട്ട് വരാം, വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, കുളിക്കട്ടെ പോയിട്ട് എന്ന് പറയുന്നു. അതിൽ ഞാൻ പറയും നീ കുളിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ട് വാ എന്ന് പറയുമ്പോൾ ഇവൾ ആകെ ഒന്ന് സ്റ്റക്കാകും. ഇവൾ മറ്റൊരു രീതിക്ക് വേണ്ടിയിട്ടാണോ വരാൻ പറഞ്ഞത് എന്നും വിചാരിച്ചിട്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ്.
എന്നിട്ട് ഇവൾ പറയും നമ്മളിപ്പോൾ കപ്പിൾസ് ആയിട്ടല്ലേ ഉള്ളൂ, പിന്നെ ഞാൻ അതിനൊന്നും മെൻ്റലി പ്രിപ്പയർഡ് അല്ല എന്ന് പറയുന്നു. എന്നാൽ ഇവളുടെ മുഖത്ത് ആ ഒരു ടെൻഷനും എല്ലാം കണ്ടിട്ട് ഞാൻ കാര്യം മനസ്സിലാകും. ഞാൻ പറയും നീ ഓവറായിട്ട് അങ്ങോട്ട് തിങ്ക് ചെയ്യണ്ട, നീ കുളിച്ച് വന്നിട്ട് നിൻ്റെ ബാക്കി മെഡിസിനും കൂടി ഞാൻ ചെവിമ വെച്ച് തരാം എന്നാണ് പറയുന്നത് എന്ന് പറയുന്നു. അത് കേട്ടതും ഇവൾക്ക് അബദ്ധം മനസ്സിലായിട്ട് പിന്നെ അവൾ വേഗം പോവുകയാണ്. ഇനി അടുത്ത ദിവസം ഇഫാൻ അവൾ ഓഫീസിൽ ഇരിക്കുമ്പോഴെല്ലാം ഇന്നലെ നടന്ന ആ ഒരു സംഭവങ്ങളും എല്ലാം ആലോചിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ അറിയാതെ ചിരിക്കുകയാണ്. എന്നാൽ അതെല്ലാം ഇവിടെ ആ ആക്ടർ പയ്യൻ കാണുന്നുണ്ട്. പിന്നെ പോകാൻ നിന്ന അവളെ ഇവൻ പിടിച്ചു വെച്ചിട്ട് ഇവളോട് ചോദിക്കും, ശരിക്കും നീയും ഞാനും തമ്മിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അതെ എന്ന് പറയുമ്പോൾ ഇവനിക്ക് ഭയങ്കരമായിട്ട് ഒരു ദേഷ്യം വരുന്ന മാതിരി, എന്തുകൊണ്ട് അവൻ്റെ എന്ത് പ്രത്യേകതയാണ് നീ കണ്ടത്, അവൻ ഒരിക്കലും നിനക്ക് സ്യൂട്ടബിൾ അല്ല, ഒന്ന് ചിരിക്കത്തുപോലുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കുറ്റങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ചോദിക്കും, അവന് ഫോഴ്സ്ഫുള്ളി നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇഫാൻ പറയുകയാണ്, അല്ല, ശരിക്കും അവനല്ല എന്നെ പ്രപ്പോസ് ചെയ്തത്, ഞാൻ അവനെയാണ് പ്രപ്പോസ് ചെയ്തത്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ മാത്രമല്ല അവനോട് ഇഷ്ടമുണ്ടായിരുന്നത്, ഞങ്ങൾ പണ്ട് സ്കൂളിൽ ഒരുമിച്ച് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ അന്ന് അത് സമ്മതിച്ചു കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ എൻ്റെ ആ ഇഷ്ടം തുറന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുന്നു. അത് കേട്ടതും ഇവനക്ക് ഭയങ്കര ഫീലാവുകയാണ്. എന്നാൽ ഇവൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലായത് കൊണ്ട് തന്നെ ഇഫാനെ അവനെ ഒന്ന് സമാധാനിപ്പിക്കും. നിനക്ക് നല്ല മാച്ചായ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുന്ന ഒരു പെൺകുട്ടിയെ നിനക്കും വൈകാതെ തന്നെ കിട്ടും എന്നും അവനെ ഒന്ന് വിഷ് ചെയ്തുകൊണ്ടാണ് ഇഫാൻ പോകുന്നത്. എന്നിട്ട് ഇഫാനെ നേരെ പോകുന്നത് ഈ ബെസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബെസ്റ്റിയും അവളും കൂടെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നത്, അവൾ ഫ്രീ ആണോ, ഞാനിവിടെ അവൻ്റെ കഫേയിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ചെറിയ പാർട്ടി ഉണ്ട്, അതിലാണ്, പിന്നെ നീ ഫ്രീ ആണെങ്കിൽ എൻ്റെ അടുത്തോട്ട് വാ എന്ന് പറയുന്നു. അതിൽ ഞാൻ ഇവളോട് ഈ ഒരു കാര്യം പറയും, അവന് വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ്, എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പോകുകയാണ്. അങ്ങനെ വരുന്ന വഴി ഈ ബെസ്റ്റിക്കാണെങ്കിലോ ഇപ്പോൾ അവന് പഴയ ഞാനല്ലല്ലോ, തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കാമുകനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഫേസ് ചെയ്യാൻ, അവനൊരു പുതിയ ഒരാളായിട്ട് ഇനി ഫേസ് ചെയ്യാൻ അവൾക്ക് എന്തോ ഒരു ഷെയിം. എന്നിട്ട് അവളുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട്, ഞാൻ ഇനി എങ്ങനെ അവനോട് സംസാരിക്കുക എന്നൊക്കെ ഇവളിങ്ങനെ ഭയങ്കര ടെൻഷൻ അടിക്കുമ്പോൾ ഇഫാൻ പറയുന്നു, നീ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, നീ പഴയ ഒരാളായിട്ട് തന്നെ അവനെ കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നു. എന്നാൽ ആക്ച്വലി ഇവരെ ഇഫാനും അതിലേറെ ടെൻഷനുണ്ട്. ഇപ്പോൾ അവനെ പഴയ പോലെയല്ലല്ലോ, അവനെ കാണുമ്പോൾ ഒരു നാണവും എല്ലാം വരികയാണ്. എന്നിട്ട് അങ്ങനെ അവൾ നാണിച്ചുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിലോട്ട് വരുമ്പോൾ ഞാനാണെങ്കിലോ ഇവളെ കണ്ടത് ഭയങ്കര സന്തോഷം. അവൻ എഴുന്നേറ്റ് നിന്ന് ഇവരെ സ്വീകരിക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ ബാക്കി ഫ്രണ്ട്സിനും ഈ ഒരു ബോയ്സ് ഗ്യാങ്ങിലോട്ട് രണ്ട് പെൺകുട്ടികൾ വരികയല്ലേ, അപ്പോൾ അവരും ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് സ്വീകരിക്കുന്നത്. അതിൽ ഒരു പയ്യൻ ഇഫാനെ അവൻ്റെ അടുത്തോട്ട് ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. എന്നാൽ ഞാൻ അതിനെ തട്ടി മാറ്റിക്കൊണ്ട് അവളെ നേരെ അവൻ്റെ അടുത്തോട്ട് ഇരുത്തുന്നു. എന്നാൽ അതൊക്കെ കണ്ട ആ പയ്യൻ പറയും, അല്ല നിനക്കല്ലേ ഇപ്പോൾ നീ പറഞ്ഞത് നിനക്ക് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് സെറ്റായിട്ടുണ്ടെന്ന്, പിന്നെ എന്തിനാ ഇവളെ നിൻ്റെ അടുത്തോട്ട് ഇരിക്കുന്നത്, ഇത് കുറച്ച് ഓവറാണ് കേട്ടോ എന്നൊക്കെ പറയുന്നു. ആക്ച്വലി ഇവരുടെ മുന്നത്തെയുള്ള സംസാരത്തിൽ ഇവന് ചെറിയൊരു സൂചന കൊടുത്തിട്ടുണ്ട് അവനക്കൊരു ഗേൾ ഫ്രണ്ട് സെറ്റായിട്ടുണ്ട് എന്ന്, ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവർ ഫുഡൊക്കെ കഴിക്കുമ്പോഴോ ഇവിടെ ഇഫാൻ പ്രത്യേക ഒരു കെയർ ഇവൻ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പയ്യൻ പറയുകയാണ്, എന്തായാലും ഞാൻ ഈ ഇടയായിട്ട് ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്, അവന് ഭയങ്കര കളിയും ചിരിയും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു യാനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ അത് മാത്രമല്ല അവന് എപ്പോഴും ഇടുന്ന ഡ്രസ്സായിട്ടുള്ള ആ ഒരു ബ്ലാക്ക് കളർ മാറ്റി പിടിച്ച് ഇന്ന് നല്ലൊരു കളർ ഇട്ടിട്ടുണ്ട്, അതും ഒരു പുതിയ മാറ്റമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അവൻ ആക്ച്വലി ഇവിടെ ഇഫാൻ കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ, ജാക്കറ്റ്, അതാണ് ഇന്ന് ധരിച്ചിരിക്കുന്നത്. അതിൽ അവൻ പറയുകയും ചെയ്യും, ഇതെൻ്റെ ആ ഗേൾ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണെന്ന്. അത് കേട്ടതും ഈ ബെസ്റ്റി ഒന്ന് ഞെട്ടിക്കൊണ്ട് ഇവളെ ഇഫാനെ നോക്കുമ്പോൾ ഇഫാൻ അതേ എന്ന രീതിയിൽ അവളോട് സമ്മതിച്ചു കൊടുക്കുകയാണ്. അതിൽ എൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഏതായാലും അവളൊരു പുലി തന്നെയാണ്, നിന്നെ ഇങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ അവനക്ക് കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ അഭിനന്ദിക്കുന്നുമുണ്ട്. എന്നിട്ട് അവളെ ഒരു ദിവസം ഇവരെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുന്നു. അതിലൊരു പയ്യൻ പറയും, എന്താ നിനക്ക് പേടിയുണ്ടോ ഞങ്ങളെ പരിചയപ്പെടുത്തി തരാൻ, ഇനി ഞങ്ങളെ കണ്ടിട്ട് അവൾ ഞങ്ങളെ കൂടെ കൂടുമോ എന്ന് പേടിയുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നു, അങ്ങനത്തെ ഒരു പേടിയും എനിക്കില്ല എന്ന്. എന്നിട്ട് അവന് വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അവനക്ക് ഈ ഒരു പാർട്ടിയെല്ലാം മടുത്തിട്ടുണ്ട്. എന്നിട്ട് അവന് സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാമെന്നും പ്ലാൻ വെച്ചുകൊണ്ട് അവന് പോകുമ്പോൾ ഇവിടെ ഇഫാനെയും വിളിക്കുകയാണ്. എന്നാൽ ഇവർക്കത് തീരെ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അവന് പോകുമ്പോൾ എന്തിനാ ഇവളെയും കൂട്ടുന്നത്? എന്നിട്ട് ഇവൻ പറയുകയും ചെയ്യും, ഇത് കുറച്ച് ഓവർ തന്നെയാണ് കേട്ടോ, നിൻ്റെ ഗേൾ ഫ്രണ്ട് ഇതൊക്കെ അറിഞ്ഞാൽ എങ്ങനെ സഹിക്കും, ഞങ്ങൾ അവളോട് പറഞ്ഞു കൊടുക്കും എന്നൊരു ഭീഷണിയുമുണ്ട്. എന്നാൽ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. അങ്ങനെ അവർ പോകുമ്പോൾ ഇഫാനെ അവൻ്റെ കോട്ട് അവനക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഫിറ്റായി നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാനും അത് അംഗീകരിച്ച് കൊടുക്കുകയാണ്. അവന് പറയും, അതെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല കംഫർട്ട് ഉണ്ട് ഇട്ടിട്ട് എന്നൊക്കെ പറയും.
എന്നിട്ട് ഫുഡ് ചൂസ് ചെയ്യുമ്പോഴോ ഇഫാൻ എപ്പോഴും അവൾ അധികം സ്പൈസി അല്ലാത്ത അധികം വികാരമൊന്നും ഇല്ലാത്ത ഫുഡുകളാണ് അവൾ നോർമലി കഴിക്കാറുള്ളത്. എന്നാൽ ഇവിടെ യാനെ അവൻ എപ്പോഴും സ്പൈസി ആയിട്ടുള്ളതും കുറച്ച് വികാരം കൂടിയ ഫുഡുകളാണ് അവൻ്റെ ഇഷ്ടം. അപ്പോൾ ഇവൾ അവൻ്റെ ഇഷ്ടങ്ങളും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ഇവിടെ യാനാണെങ്കിലും നേരെ തിരിച്ചും ഇഫാൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡുകളും അവൻ ട്രൈ ചെയ്യുന്നു. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇഫാന് അവളിങ്ങനെ പുറത്തോട്ട് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ചോദിക്കുമ്പോഴോ അവിടെ ഒരു ഫെറിക് വീലുണ്ട്. അപ്പോൾ അവൾക്ക് അത് കണ്ടിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ പറയുന്നു എന്നാൽ വേഗം ഫുഡ് കഴിച്ച് എന്നിട്ട് നമുക്ക് അതിൽ കയറാമെന്ന് പറയുന്നു. അത് കേട്ടതും ഇവിടെ ഇഫാന് ഭയങ്കര സന്തോഷമാകും. ഇവനാണെങ്കിലോ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇവനക്ക് പറ്റുന്ന രീതിയിലെല്ലാം സഫലമാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവൾക്ക് ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇഫാൻ ഇവിടെ ഭയങ്കര സന്തോഷമാക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു ഹാപ്പിനെസ്സും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് കഴിയും. പക്ഷേ ആ ഒരു ചെറിയൊരു കാര്യം, അതായത് ഇന്നത്തെ കാര്യം കാണിക്കുന്നത് ഇവിടെ ഇഫാൻ അവൻക്കും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ കേക്ക് ഓർഡർ ചെയ്തിരുന്നല്ലോ അവൾ ജോലി സ്ഥലത്തായിരുന്ന സമയത്ത്. എന്നാൽ ഞാനത് റിസീവ് ചെയ്യുകയും അവനത് പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി കേക്ക്. ഇവന് പെട്ടെന്ന് തന്നെ അതിൻ്റെ പല ഫോട്ടോസും എടുക്കാമെന്ന് വിചാരിക്കുന്നു. കൂട്ടത്തിൽ അവളുടെ പെറ്റായിട്ടുള്ള ആ ഒരു കാറ്റിനെയും ആ ഒരു ഫോട്ടോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ അപ്പോൾ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും, അവൻ്റെ ഗേൾ ഫ്രണ്ട് അവനക്ക് കൊടുത്തതാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇവനിപ്പോൾ റിലേഷൻഷിപ്പിലാണ് എന്ന് അവന് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു രംഗത്തോടു കൂടി ഈ എപ്പിസോഡ് അവസാനിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി എന്തൊക്കെയായെന്ന് നമുക്ക് കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.